ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് എൻ്റെ വീടിനടുത്തുള്ളൊരു തോടാട്ടോ. അപ്പോൾ ഇന്ന് തോട്ടിൽ പോയി തുണി കഴുകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ കിണറ്റിലൊക്കെ വെള്ളം വറ്റുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തോട്ടിലൊക്കെ പോയാട്ടോ തുണിയൊക്കെ കഴുകുന്നത്. അപ്പം ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് തുണി കഴുകി ഇവിടെ വരാമെന്ന് വിചാരിച്ചു. തോട്ടിൽ വന്നതിൻ്റെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഇവിടെ വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കൂടിയുണ്ട്. അതുകൂടെ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തോട്ടിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഈ പറമ്പ് മൊത്തം ഈ മഞ്ഞ പൂക്കളാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇത് ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്ന കളറാണോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഭയങ്കര ബ്രൈറ്റ് കളറാണ്. ഇതിൽ കുറച്ചുകൂടെയൊക്കെ പഴുക്കാനുണ്ട്. ഇനി ഒരു കൊലം ഈ കൊലയിൽ ഇത് മൊത്തം പഴുത്ത ഫ്രൂട്ട്സാണ്. ഫ്രൂട്ടല്ല, ഇതൊരു പാക്കാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കാനാമ്പാക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര രസമാണ്. കണ്ടാൽ തോന്നും എന്തോ ഫ്രൂട്ടാണ്, നമുക്ക് കഴിക്കാൻ തോന്നും. അങ്ങനെ ഭയങ്കര കളറായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഭയങ്കര മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു സാധനമാണെന്നാണ് വല്യമ്മ പറഞ്ഞത്. എൻ്റെ വല്യമ്മയാണ് ആ വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെതാ, ഇത് ഇത്രയും കുഞ്ഞു ഫ്രൂട്ടാണ്. വീണ്ടും ഞാൻ ഫ്രൂട്ടാന്നല്ലേ പറയുന്നത്. ഇത് പാക്കാട്ടോ, ഇത് കഴിക്കാൻ പറ്റില്ല. ഇതതിൻ്റെ പഴുക്കുന്നതിന് മുന്നേ ഉള്ള വേർഷനാണ്. ഇതുപോലെ ഒത്തിരി കൊലകൾ ഇനിയും അതിൽ നിൽപ്പുണ്ട്. അങ്ങനെ പഴുത്ത 2 കൊലയാണ് നമ്മൾ പറിച്ചെടുത്തത്. അതിനുശേഷം ഞാൻ തുണിയൊക്കെ കഴുകി കുറച്ച് നേരം തുണി കഴുകിക്കൊണ്ട് നിന്നപ്പോൾ ഇവരാരും പാവങ്ങളല്ല കേട്ടോ. ഞാൻ തുണി കഴുകിക്കൊണ്ടപ്പോൾ എൻ്റെ കാലിൽ ഒരുപാട് നേരം കടിച്ചു. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് നേരം നിൽക്കാം, എന്താ പറയുക, പാർലറിലൊക്കെ പോയി പൈസ കളയണ്ടല്ലോ. അങ്ങനെ കുറച്ച് നേരം 10 മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ നിന്നു. അപ്പോഴുള്ള പരാക്രമങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ തുണിയെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ തുണി കഴുകി ആ പോർഷൻ്റെ തന്നെ മുകളിൽ കുറച്ചുകൂടി ഒരു പാറ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് തനിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് അതിന് തൊട്ട് താഴെയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ആദ്യം ഞങ്ങൾ ഇവിടെയൊക്കെ ആയിരുന്നു കേട്ടോ തുണി കഴുകാനൊക്കെ വന്നുകൊണ്ടിരുന്നത്, ഈ പാറയിൽ. പക്ഷേ ഇപ്പം എല്ലാവർക്കും വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല. തീരെ വെള്ളം കിണറിൽ പറ്റുമ്പോൾ മാത്രമേ ഇങ്ങനെ തോട്ടിലൊക്കെ ഒന്ന് തുണി കഴുകാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ പിള്ളേരൊക്കെ ആയിരിക്കുമ്പോഴുള്ളൊരു ഭയങ്കര ഒരു നൊസ്റ്റ് ഫീലാണ് ഇത് കാണുമ്പം. അന്ന് ഇവിടെ കുളിക്കാൻ വരുന്നതും തുണി കഴുകുന്നതൊക്കെ ഭയങ്കര ഒരു ഫീലായിരുന്നു. തോട്ടിൽ കുളിക്കുന്നത് തന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഒരുപാട് നേരം വെള്ളത്തിൽ കളിക്കാം. അപ്പം നിങ്ങൾക്കൊക്കെ ഇതിഷ്ടമാണോ? ഇങ്ങനത്തെ ലൈഫ് മിസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറി പോകാൻ നേരത്ത് ചെല്ലുമ്പോൾ വല്യമ്മ ആ പാക്കെല്ലാം അടർത്തിയെടുത്ത് ഇനി ഇതിനെല്ലാം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്ത് അതിനെ പൊട്ടിച്ചെടുക്കും. അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ പാക്കാണ് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നത്. അങ്ങനെ വീണ്ടും നല്ലൊരു മഴയൊക്കെ പെയ്ത് വളരെ നല്ലൊരു ദിവസമായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.